ഹായ് കൂട്ടുകാരെ, കുട്ടികളെ സ്കൂളിലേക്ക് വിടുമ്പോൾ അമ്മമാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. 2 മാസത്തെ വെക്കേഷൻ കുട്ടികൾ കളർഫുള്ളാക്കി വീടൊക്കെ ഒരു കോലമാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഈ 2 മാസത്തിന് ശേഷം അവരെ ഒന്ന് തയ്യാറാക്കാനായിട്ട് അമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. 2 മാസത്തെ വെക്കേഷൻ കുട്ടികളെ ആകെ മാറ്റിമറിച്ചിട്ടുണ്ടാവും. പുതുതായിട്ട് സ്കൂളിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്ന കുട്ടികളായാലും അടുത്ത ക്ലാസ്സിലേക്കായി പഠിക്കാൻ പോകുന്ന കുട്ടികളായാലും എല്ലാവരുടെ ജീവിത രീതിയിലും പല മാറ്റങ്ങളും വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി ആദ്യം നമ്മൾ അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സമയമാണ്. വെക്കേഷന് കുട്ടികൾ ഉറങ്ങുന്നതും എണീക്കുന്നതും ടൈം വ്യത്യസ്തമായിട്ടായിരിക്കും. അപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കുട്ടികളെ ശീലിപ്പിക്കേണ്ട ഒരു കാര്യം നേരത്തെ ഉറങ്ങാനും നേരത്തെ തന്നെ എണീക്കാനുമാണ്. ഇവിടെ എൻ്റെ മക്കൾ രാത്രി 12 മണി വരെയൊക്കെ ഉണർന്നിരുന്ന് രാവിലെ ലേറ്റായി 9 മണിക്കും 10 മണിക്കൊക്കെയാണ് എഴുന്നേറ്റിരുന്നത്. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? കുട്ടികളുടെ ആ ടൈം ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. കുട്ടികളെ രാത്രി നേരത്തെ തന്നെ ആഹാരമൊക്കെ കഴിപ്പിച്ച് നേരത്തെ കിടത്തി ഉറക്കാൻ ശീലിപ്പിക്കുക. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത്. നേരത്തെ കിടത്തി ഉറക്കിയാൽ മാത്രമേ അവർക്ക് രാവിലെ തന്നെ നേരത്തെ ഉറക്കക്ഷീണമൊന്നുമില്ലാതെ തന്നെ രാവിലെ എഴുന്നേൽക്കാൻ കഴിയൂ. സ്കൂൾ തുറക്കുന്നതിന് 2 ദിവസം മുമ്പെങ്കിലും കുട്ടികളെ ഇതൊന്ന് ശീലിപ്പിച്ച് തുടങ്ങുക. അല്ലെന്നുണ്ടെങ്കിൽ കുട്ടികൾ രാവിലെ കറക്റ്റ് സമയത്തൊന്നും എഴുന്നേൽക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നതായിരിക്കും. അതുമാത്രമല്ല, കുട്ടികൾക്കായിട്ടൊരു പ്രത്യേക ടൈം ടേബിൾ തയ്യാറാക്കി കൊടുക്കുകയും വേണം. എല്ലാ രക്ഷിതാക്കളും അവരുടെ സ്കൂൾ ബസ് വരുന്ന സമയവും രാവിലെ എണീക്കേണ്ട ടൈമും വെച്ച് നോക്കി അവർക്ക് ഫുഡ്, ഒരുങ്ങാനുള്ള ടൈം എല്ലാം അറേഞ്ച് ചെയ്ത് അവർക്ക് എഴുന്നേൽക്കാനൊരു സമയം കൃത്യമായി പറഞ്ഞു കൊടുക്കുക. അതുമാത്രമല്ല, അവർക്ക് ഓരോരോ കാര്യങ്ങൾക്കായി എത്ര ടൈം വേണ്ടിവരും എന്ന് ആലോചിച്ച് അതിനായിട്ടുള്ള സമയവും സാവകാശവും കൂടി കൊടുത്ത് വേണം നമുക്ക് ആ ടൈം ഒരു മാനേജ് ചെയ്യാനായിട്ട്. അടുത്തതായിട്ട് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഫുഡാണ്. രാവിലെ തന്നെ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൃത്യമായിട്ടും കൊടുക്കേണ്ടതാണ്. അതൊരു ഹെൽത്തി ഫുഡായിരിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കുട്ടികളെ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതെ കഴിപ്പിച്ചിരിക്കണം. രാത്രി ഉറക്കത്തിലെ ഫാസ്റ്റിങ്ങിന് ശേഷം കുട്ടികൾക്ക് ആരോഗ്യവും ഉന്മേഷവും എല്ലാം ലഭിക്കുന്നതിന് ആ ബ്രേക്ക്ഫാസ്റ്റ് സഹായിക്കും. അപ്പോൾ യാതൊരു കാരണവശാലും കുട്ടികളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൽ നിന്നും ഒഴിവാക്കാതെ കൃത്യസമയത്ത് അവർക്ക് ഭക്ഷണം കൊടുത്ത് ഒരുക്കേണ്ടതാണ്. എന്തെങ്കിലും കാരണവശാൽ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റാതെ വന്നാൽ കുട്ടികൾക്ക് അത് സ്കൂളിൽ കൊടുത്തു വിടുകയും അതവർ കഴിച്ചു എന്ന് ഉറപ്പുവരുത്തുകയും എല്ലാ രക്ഷിതാക്കളും ചെയ്യേണ്ടതാണ്. മാത്രമല്ല, കൊടുക്കുന്ന ഫുഡ് ഹെൽത്തിയും അവർക്ക് ആരോഗ്യ ഗുണങ്ങളുള്ളതുമായ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്താൻ എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കണം. ആദ്യമായി സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് പ്രത്യേക കരുതൽ രക്ഷിതാക്കൾ നൽകേണ്ടതാണ്. ആദ്യത്തെ ദിവസം കുട്ടികളോടൊപ്പം രക്ഷിതാക്കളും സ്കൂളിലേക്ക് പോവുകയും അവരോടൊപ്പം സ്കൂളിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയും വേണം. അത് കുട്ടികളിൽ ഒരു ആത്മവിശ്വാസം നൽകുന്നതിന് സഹായിക്കും. മാത്രമല്ല, പുതിയൊരു സാഹചര്യത്തിലും ചുറ്റുപാടിലും അവരെ ഒന്ന് ഓക്കെ ആക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. ഇനി എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള ഫുഡ്, വെള്ളം എന്നിവ കൊടുത്തുവിടണം എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, കുട്ടികൾക്കായിട്ട് സ്നാക്സ് കൊടുത്തുവിടുന്ന ഒരു ശീലം എല്ലാവർക്കും ഉണ്ട്. ആ കൊടുത്തുവിടുന്ന സ്നാക്സ് കടയിൽ നിന്നുള്ളത് ഒഴിവാക്കി വീട്ടിൽ നിന്നും തയ്യാറാക്കുന്ന ഹെൽത്തി ആയിട്ടുള്ളത് ഉൾപ്പെടുത്താൻ എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കുക. ഉച്ചത്തേക്കുള്ള ഫുഡ് കുട്ടികൾക്കായിട്ട് കൊടുത്തുവിടണം എന്നുള്ള സ്കൂളുകളിൽ മാക്സിമം കുട്ടികൾക്ക് ചോറ് തന്നെ കൊടുത്തുവിടുക എല്ലാ പേരൻസും ശ്രദ്ധിക്കുക. സ്കൂളിലേക്ക് വിടുന്നതിന് മുൻപ് തന്നെ കുട്ടികളുടെ ബാഗ്, അവരുടെ ബോക്സ്, അവരുടെ വാട്ടർ ബോട്ടിൽ, സ്നാക്സ് ബോക്സ്, ലഞ്ച് ബോക്സ് എന്നിവ കുട്ടികളെ നന്നായി പരിചയപ്പെടുത്തി കൊടുക്കുക. കാരണം മറ്റു കുട്ടികൾക്കും അതുപോലത്തെ ബാഗും സ്നാക്സ് ബോക്സും എല്ലാ സാധനങ്ങളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മാറിപ്പോവാനുള്ള ചാൻസും വളരെയധികമാണ്. അതുകൊണ്ട് തന്നെ ബാഗ്, സ്നാക്സ് ബോക്സ് തുടങ്ങിയ എല്ലാ സാധനങ്ങളിലും കുട്ടികളുടെ പേരും ഡിവിഷനും എന്തെങ്കിലും ഉപയോഗിച്ചൊന്ന് അടയാളപ്പെടുത്തേണ്ടതാണ്. അത് കുട്ടികൾക്ക് അവരുടെ സാധനങ്ങൾ മാറിപ്പോവാതിരിക്കാൻ സഹായിക്കും. സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമുള്ള ബുക്കുകളും പുസ്തകങ്ങളും പൊതിഞ്ഞ് നെയിം സ്ലിപ്പ് ഉപയോഗിച്ച് പേരെഴുതി സൂക്ഷിക്കുക. കുറച്ച് മുതിർന്ന കുട്ടികളെ
ഈ പ്രവർത്തനങ്ങൾ സ്വന്തമായി ചെയ്യാൻ പരിശീലിപ്പിക്കുകയും ചെയ്യാം. മാത്രമല്ല എല്ലാം വൃത്തിയാക്കി നീറ്റാക്കി രക്ഷിതാക്കൾ കൊടുക്കുമ്പോൾ ആ വസ്തുക്കൾ നശിപ്പിക്കാതെ വൃത്തിയായി സൂക്ഷിക്കണമെന്നും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മഴ സമയമാണ് സ്കൂൾ തുറക്കുമ്പോൾ. അപ്പോൾ മഴ നനയാതിരിക്കാനായിട്ട് കുട്ടികൾക്കായിട്ട് റെയിൻ കോട്ട്, അല്ലെന്നുണ്ടെങ്കിൽ കുട, അല്ലെന്നുണ്ടെങ്കിൽ തൊപ്പി എന്നിവയിൽ ഏതെങ്കിലും കുട്ടികൾക്കായിട്ട് ബാഗിൽ കരുതേണ്ടതാണ്. ഏത് സാധനമാണ് ബാഗിൽ കരുതേണ്ടതെന്ന് കുട്ടികളുടെ യാത്രാ സൗകര്യം അനുസരിച്ച് രക്ഷിതാക്കൾ തീരുമാനിക്കേണ്ടതാണ്. സ്കൂളിൽ പോകുമ്പോൾ കുട്ടികളിൽ സ്വർണ്ണാഭരണങ്ങൾ ഒഴിവാക്കുക. സ്വർണ്ണാഭരണങ്ങൾ സ്കൂളിൽ നഷ്ടപ്പെടാനുള്ള അവസരം ഉണ്ടാകാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. സ്കൂളിലേക്കായി കുട്ടികൾക്കായുള്ള യാത്രാ സൗകര്യം കൃത്യമായും ഏർപ്പെടുത്തേണ്ടതാണ്. മാത്രമല്ല സ്കൂൾ ബസ്സിലാണ് പോകുന്നതെങ്കിൽ സ്കൂൾ ബസ്സിൻ്റെ സമയക്രമവും സ്കൂൾ ബസ് ഡ്രൈവറിൻ്റെയും കിളിയുടെയും നമ്പരൊക്കെ മുമ്പേ കളക്ട് ചെയ്ത് വെക്കേണ്ടതാണ്. മാത്രമല്ല സ്കൂൾ ബസ്സിലേക്ക് കുട്ടികളെ ആക്കുന്നതിനും തിരിച്ചു വിളിക്കുന്നതിനുമായിട്ട് പാരൻസ് ബസ് വരുന്നതിനും മുമ്പ് തന്നെ അവിടെ എത്തിച്ചേരേണ്ടതുമാണ്. കുട്ടികളിലെ ഷെയറിംഗ് ഹാബിറ്റ്സ് തുടക്കത്തിൽ തന്നെ എല്ലാ രക്ഷിതാക്കളും വളർത്തിയെടുക്കാനായി ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് കൊടുത്തുവിടുന്ന സ്നാക്സ്, വെള്ളം എന്നിവ ആവശ്യമെങ്കിൽ മറ്റു കുട്ടികൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകണമെന്ന് കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കുക. ആ കൂട്ടത്തിൽ തന്നെ പരിചയമില്ലാത്തവരിൽ നിന്നും മിഠായിയും മധുരപലഹാരങ്ങളും ഒന്നും വാങ്ങരുത് എന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. കുട്ടികൾക്ക് നല്ല ഗുണപാഠ കഥകൾ പറഞ്ഞു കൊടുക്കുക. ചില കാര്യങ്ങളെല്ലാം കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താലൊന്നും കുട്ടികൾക്ക് മനസ്സിലാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഗുണപാഠ കഥകളിലൂടെ നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയും. പണ്ടത്തെ പഠന രീതിയിൽ നിന്നും ഇപ്പോഴത്തെ പഠന രീതിയിൽ വളരെയധികം വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. പണ്ടത്തെ പോലെയല്ല ഇപ്പോഴത്തെ ടീച്ചർമാർ കുട്ടികളോട് വളരെ നന്നായിട്ട് ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറുന്നത്. അത് കുട്ടികളെ ടീച്ചർമാരോടുള്ള ഇഷ്ടം കൂട്ടുന്നതിനും ആ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നതിനുള്ള താല്പര്യം കൂട്ടുന്നതും സഹായിക്കും. മാത്രമല്ല ടീച്ചേഴ്സ്മാർ കുട്ടികളെ വഴക്ക് പറയുന്നത് അവർ നന്നാവുന്നതിനാണ്, നല്ല കാര്യത്തിനാണ് എന്നും കുട്ടികളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതും ഇന്നത്തെ തലമുറയുടെ ഒരു ആവശ്യമാണ്. കുട്ടികളെ ഒന്നിൽ നിന്നും മാറ്റി നിർത്താതെ കുട്ടികളെ മണ്ണിൽ കളിക്കുന്നതിനും വെള്ളത്തിൽ കളിക്കുന്നതിനും എല്ലാത്തിനും അനുവദിക്കുക. അവർ എല്ലാം അറിഞ്ഞ് വളരേണ്ടതാണ്. അത് കുട്ടികൾ രോഗപ്രതിരോധ ശക്തി നൽകുന്നതിനും സഹായിക്കും. കുട്ടികളുടെ മൊബൈൽ, TV ഉപയോഗങ്ങൾ കുറച്ചുകൊണ്ട് കുട്ടികളെ പഠനത്തിലേക്കായിട്ട് കൊണ്ടുവരിക. പലതരം കളികളിലൂടെയും കുട്ടികളെ ഈ ഒരു പ്രവർത്തനത്തിൽ നിന്നും നമുക്ക് മാറ്റി നിർത്താൻ കഴിയും. പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉപകരണങ്ങൾ കുട്ടികൾക്ക് വാങ്ങി നൽകുക. ഉദാഹരണത്തിന് അക്ഷരമാല ബുക്കുകൾ, ആൽഫബറ്റ്സ് അടങ്ങിയ ശേഖരണങ്ങൾ എന്നിവ കുട്ടികൾക്ക് വാങ്ങി നൽകുന്നത് നന്നായിരിക്കും. പഠനത്തിന് മാത്രമല്ല കുട്ടികൾക്ക് കളിക്കാനായിട്ടും കുറച്ച് ടൈം അവർക്കായി മാറ്റിവെക്കുക. ഓരോ ദിവസവും കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. മാത്രമല്ല കുട്ടികളുടെ ബാഗ് നിങ്ങൾ പരിശോധിക്കുകയും വേണം. മറ്റു കുട്ടികളുടെ സാധനങ്ങൾ അവരുടെ ബാഗിലായി പോയിട്ടുണ്ടോ എന്ന് പ്രത്യേകം ചെക്ക് ചെയ്യേണ്ടതാണ്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികളെ കൊണ്ടുപോകുന്ന പാത്രങ്ങളെല്ലാം കഴുകാനായി കൊണ്ടുവയ്ക്കാൻ തുടക്കം മുതൽ പരിശീലിപ്പിക്കുക. മാത്രമല്ല സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് ഹോംവർക്ക് ഉണ്ടോ എന്ന് രക്ഷിതാക്കൾ ചെക്ക് ചെയ്ത് അവരെ ഹോംവർക്ക് എഴുതാനായി സഹായിക്കുകയും വേണം. രാത്രിയിൽ നേരത്തെ തന്നെ ഫുഡ് കുട്ടികൾക്ക് കൊടുക്കേണ്ടതാണ്. കുട്ടികളെ രാത്രിയിൽ തന്നെ അന്നന്ന് പഠിപ്പിച്ച പാഠങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ തയ്യാറെടുപ്പിക്കുക. മാത്രമല്ല നാളത്തേക്കായുള്ള ഹോംവർക്കുകൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. കുട്ടികളെ തുടക്കം മുതൽ തന്നെ അടുത്ത ദിവസത്തേക്കായിട്ടുള്ള ടൈം ടേബിൾ തയ്യാറാക്കി വയ്ക്കാനായിട്ട് പാരൻസ് ഒന്ന് സഹായിച്ചു കൊടുക്കുക. മാത്രമല്ല അടുത്ത ദിവസത്തേക്കായി ഇടാനുള്ള യൂണിഫോമും ഷൂസ്, ബെൽറ്റ്, ഷോക്സ് തുടങ്ങിയ സാധനങ്ങൾ ഒതുക്കി വെക്കുന്നതിന് കുട്ടികളെ പഠിപ്പിച്ചെടുക്കുക. കുട്ടികളെ പുതിയ സാധനങ്ങൾ മാത്രമല്ല പഴയ സാധനങ്ങളോട് ഉപയോഗിക്കാൻ പഠിപ്പിക്കുക. കുട്ടികൾക്കായിട്ട് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാതെ രക്ഷിതാക്കളുടെ കഷ്ടപ്പാടും കുട്ടികളെ അറിയിച്ച് തന്നെ കുട്ടികളെ വളർത്തിയെടുക്കണം. പഴയ കുടകളും കേടാവാത്ത ബാഗുകളും ഒക്കെ കുട്ടികളെ ഉപയോഗിക്കാനായിട്ട് പഠിപ്പിക്കുക. ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളെ രക്ഷിതാക്കൾ
ഒരാഴ്ചത്തോളം കുട്ടികളെ ഒന്ന് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അവരെ ഓരോ കാര്യങ്ങളായി പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് ഓരോരോ കാര്യങ്ങളായി ഓർമ്മപ്പെടുത്തി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. പതുക്കെ പതുക്കെ അവരത് ശീലിച്ചോളും. അങ്ങനെ കുട്ടികൾ ഓരോന്നായിട്ട് ശീലിച്ചെടുത്തോളും. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ രക്ഷിതാക്കൾക്കും കുട്ടികളുടെ കാര്യത്തിൽ കുറച്ചുകൂടി ഈസിയായി പെരുമാറാൻ കഴിയും. അവർ അവരവരുടെ കാര്യങ്ങൾ സ്വന്തമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തിത്തീരും. മഴക്കാലമാണ് സ്കൂൾ തുറക്കുന്നത്. പലതരത്തിലുള്ള അസുഖങ്ങളും കുട്ടികൾക്ക് പകർന്നു വരാനായിട്ട് സാധ്യതയുണ്ട്. കോവിഡ് ടൈമിൽ നമ്മൾ മാസ്കും സാനിറ്റൈസറും യൂസ് ചെയ്ത പോലെ കുട്ടികൾക്കും അതൊരു ശീലമാക്കുക. അസുഖങ്ങളൊക്കെ വരാതെ കുട്ടികളെ സംരക്ഷിക്കാൻ അത് സഹായിക്കും. പഠനത്തിൽ പിന്നോട്ട് നിൽക്കുന്ന കുറച്ച് കുട്ടികളും കാണും. അവരെ നമ്മൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. മാത്രമല്ല അവർക്ക് മറ്റേതെങ്കിലും കാര്യത്തിലായിരിക്കും കഴിവ്. കുട്ടികളുടെ ആ കഴിവിനെ കണ്ടെത്തി ആ ഒരു കഴിവ് വികസിപ്പിച്ചെടുക്കാൻ പാരൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. പരിചയമില്ലാത്തവർ തരുന്ന മിഠായികളും മധുരപലഹാരങ്ങളും കുട്ടികളോട് വാങ്ങരുത് എന്ന് പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കുക. കുട്ടികളെ അമ്മയുടെയും അച്ഛൻ്റെയും ഫോൺ നമ്പർ കൃത്യമായി കാണാതെ പഠിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുക. കൊച്ചു കുട്ടികൾക്ക് അവരുടെ ബാഗിലോ നോട്ട്ബുക്കിലോ ആയിട്ട് അമ്മയുടെയും അച്ഛൻ്റെയും ഫോൺ നമ്പർ, അഡ്രസ്സ് എന്നിവ രേഖപ്പെടുത്തി കുട്ടികളെ കാണിച്ചു കൊടുക്കേണ്ടതാണ്. വലിയ കുട്ടികളെ അതൊന്ന് പഠിപ്പിച്ചുകൂടി എടുക്കുക. സ്കൂൾ തുറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏകദേശം കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ അഭിപ്രായത്തിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. അത് ഈ ഒരു വീഡിയോ കാണുന്ന മറ്റുള്ള അമ്മമാർക്കും പ്രയോജനമായിരിക്കും. ഇനി അമ്മമാർക്കായിട്ടൊരു ടിപ്പ് കൂടി ഞാൻ നൽകുന്നുണ്ട് കേട്ടോ. അമ്മമാരുടെ ഉറക്കവും കറക്റ്റ് ടൈമിന് ചേഞ്ച് ചെയ്തോളൂ കേട്ടോ. കുട്ടികൾക്കായിട്ട് ഫുഡൊക്കെ തയ്യാറാക്കാനായി രാവിലെ എഴുന്നേൽക്കേണ്ടതാണ്. അപ്പോൾ അമ്മമാരും നേരത്തെ തന്നെ കിടന്നുറങ്ങി ശീലിച്ചോളൂ. ഇനി മുതൽ വെക്കേഷൻ ടൈം പോലെയല്ല, ഇനി കുട്ടികൾക്കായിട്ട് ഫുഡ് ഉണ്ടാക്കാനും അവരെ പ്രിപ്പയർ ചെയ്യിക്കാനുമായിട്ട് കുറച്ചുകൂടി എക്സ്ട്രാ ടൈം എല്ലാ രക്ഷിതാക്കൾക്കും ആവശ്യമാണ്. അപ്പോൾ അതനുസരിച്ച് പാരൻസും നിങ്ങളുടെ കാര്യങ്ങൾ ഒന്ന് ഷെഡ്യൂൾഡ് ചെയ്യുക. കുട്ടികളെ സ്കൂളിൽ വിടുന്ന കാര്യത്തിൽ അമ്മമാർക്ക് മാത്രമല്ല ഉത്തരവാദിത്തം, അച്ഛന്മാർക്കും ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അമ്മമാരെ ഒന്ന് അച്ഛന്മാരുടെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും പ്രയോജനമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതുതായിട്ട് സ്കൂളിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.